ഞങ്ങൾക്ക് ആഗ്രഹം ബാവക്ക് ജയിക്കണം തന്നെയാണ്. ബാവ ഇവിടെ ജയിക്കുന്നത് ഞങ്ങൾ അവരുടെ ആവശ്യം തന്നെയാണ്. ഈ പ്രദേശത്ത് ഈ വാർഡിൻ്റെ ആവശ്യം ജനങ്ങൾ അംഗീകരിച്ച വ്യക്തിയാണ്. എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് സഹായം സഹകരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ഇന്നും എല്ലാ കാര്യം കൊണ്ട് അവരെ കൊണ്ട് നമുക്ക് എല്ലാ സപ്പോർട്ടുകളും ഉണ്ട്. അബ്ദുൾ മജീദ് എന്ന ബാവ വിജയിക്കുന്നത് തന്നെയാണ്. ഒറ്റ വോട്ടിൽ ഒതുങ്ങാത്ത ചോദ്യങ്ങളുമായി വോട്ടറുടെ ശബ്ദം ഇന്ന് എത്തി നൽകുന്നത് ആനക്കര പഞ്ചായത്തിലെ 12ാം വാർഡിലാണ്. നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളുമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി. ഈ 12ാം വാർഡിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടപ്പ് തെരഞ്ഞെടുപ്പ് കടുത്തു. ഈ 12ാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താ? ഇപ്പോഴുള്ള സ്ഥാനാർത്ഥികളെക്കുള്ള മെച്ചുള്ള സ്ഥാനാർത്ഥി നമുക്ക് ഇപ്പോൾ ബാവയാണ്. അബ്ദുൾ മജീദ് എന്ന ബാവയാണ്. ഈ വാർഡിൻ്റെ എല്ലാ കാര്യങ്ങൾക്കെല്ലാം മുക്കിലും എല്ലായിടത്തും എത്തുന്നൊരു വ്യക്തിയാണ്. അവർ ജ്യേഷ്ഠനായിട്ടും അങ്ങനെയായിരുന്നു. ഒരു നിഷ്പക്ഷവാദി എന്ന് പറയാം. എല്ലാവർക്കും വേണ്ടി രാഷ്ട്രീയമില്ലാതെ എല്ലാ പ്രവർത്തനത്തിലും മുൻപന്തിയിൽ നിന്നൊരാളായിരുന്നു. ഈ വാർഡിൽ ആര് ജയിക്കുന്നുള്ള ചേട്ടൻ്റെ പ്രതീക്ഷ? ഇപ്പോൾ ഞങ്ങൾ വാർഡിൽ പ്രതീക്ഷ ഞങ്ങൾ അബ്ദുൾ മജീദ് എന്ന ബാവ വിജയിക്കുന്നത് തന്നെയാണ്. ആള് ജയിക്കുന്നു തോന്നുന്ന കാരണങ്ങൾ എന്ത്? കാരണങ്ങൾ അവരെ ജ്യേഷ്ഠനായിട്ടുള്ള പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, പിന്നെ സഹായ സഹകരണങ്ങൾ, അത് ജാതിമത വ്യത്യാസമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ഒരു മുൻപന്തിയിലുണ്ടാവും. ഈ 12ാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അതിലൊരു മുൻഗണന ഇപ്പോൾ കാണുന്നത് നമ്മുടെ കുഞ്ഞാക്കാൻ്റെ അനുജൻ ബാവയ്ക്കാണ് മുൻഗണന കാണുന്നത്. അത് ജനങ്ങൾ അംഗീകരിച്ച വ്യക്തിയാണ്. എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് സഹായം സഹകരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള നിലക്കാണ്. ചേട്ടൻ്റെ പ്രതീക്ഷയിൽ അപ്പോൾ ആളിവിടെ ജയിക്കുന്നതാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ജയിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ അവർ ചെയ്ത പ്രായോഗികമായിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ജ്യേഷ്ഠൻ തന്നെ കോൺഗ്രസിലും അതുപോലെ പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ ഇരുന്നിട്ട് അവരെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തൊരു ഘട്ടം വരികയാണ്. ആ ഘട്ടത്തിൽ അനുജം ബാവ ഇവിടെ ജയിക്കുന്നത് ഞങ്ങൾ അവരുടെ ആവശ്യം തന്നെയാണ്. ഈ പ്രദേശത്തിന് ഈ വാർഡിൻ്റെ ആവശ്യം. ചേട്ടൻ തെരഞ്ഞെടുപ്പ് കടുത്തല്ലോ. അപ്പോൾ ഈ 12ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ഇവിടെ ഇപ്പോൾ നല്ലൊരു ട്രെൻഡാണ് മൊത്തത്തിൽ ഉള്ളത്. 12ാം വാർഡിൽ മത്സരിക്കുന്നത്, ഞാനൊരു കോൺഗ്രസിൻ്റെ അനുഭാവിയാണ്, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. ഇവിടെ ബാവക്കാനാണ് ജയിക്കാനും സാധ്യതയുള്ള ഒരു വ്യക്തി. പിന്നെ നല്ലൊരു ട്രെൻഡാണ് മൊത്തത്തിലുള്ളത്. നമ്മൾ ജയിക്കും എന്നുള്ളതാണ്. ആള് ജയിക്കും തോന്നാൻ പ്രതീക്ഷ വരാൻ കാരണം? മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് കൂടിയായ ഈ 12ാം വാർഡിൽ അദ്ദേഹം ചെയ്ത കുറേ നല്ല കാര്യങ്ങളും നല്ല പ്രവർത്തനങ്ങളും ഒക്കെ കൂടിയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച, അതിനു മുന്നേ അദ്ദേഹം മത്സരിച്ചിരുന്ന സമയത്ത് ഇവിടുന്ന് ജനവിധി തേടി മെമ്പറായ ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ മുഹമ്മദ് ഖാനെ കുഞ്ഞാക്കാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മൂക്കളെ കൈവിട്ട് കളയില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനിയൻ ബാവയ്ക്കാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ എല്ലാ വിധത്തിലും നല്ലൊരു ട്രെൻഡ് ഉണ്ട്. അദ്ദേഹം വിജയിച്ചു വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ചേട്ടാ, ഇലക്ഷനൊക്കെ അടുത്തു. ഈ 12ാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്താ? 12ാം വാർഡിലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 5 സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട്. അതിലിപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് ഇപ്പോൾ ഈ ബാവാക്കെന്ന് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ആള്. പുള്ളിനായിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ നാട്ടുകാരനാണ്. പിന്നെ അത് മാത്രമേ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടിയെത്തുന്ന ഒരാളാണ്. പിന്നെ അങ്ങയുടെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രസിഡൻ്റായിരുന്നു. പുള്ളിക്ക് ശാരീരികമായിട്ട് വയ്യാത്ത കാരണമാണ് ഇപ്പോൾ അങ്ങേരെ നിൽക്കുന്നത്. പിന്നെ അങ്ങേരെ എന്ന് പറഞ്ഞാൽ ജനങ്ങളായിട്ട് അത്രയും ബന്ധമുള്ള ആളാണ്. പിന്നെ എന്തൊരു പ്രശ്നം, എന്തൊരാൾക്കൊരു അസുഖമാണെങ്കിലും ശരി, മറ്റുള്ള രീതിയിൽ എന്ത് പ്രോബ്ലം ആണെങ്കിലും ശരി, പുള്ളി അവിടെ ഓടിയെത്തും. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് സഹായങ്ങളുണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു വിധത്തിൽ ഇപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നതിന് തന്നെ എനിക്കൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പുള്ളിയും പുള്ളിയുടെ ജ്യേഷ്ഠനൊക്കെ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ജയിക്കണം. കാരണം നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ, അതായത് നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഓടിയെത്തുന്ന ആൾക്കാരാണല്ലോ ജയിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ള ആൾക്കാർ ജയിച്ചിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. കാരണം വെച്ചാൽ നമ്മൾ ഈ പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ പ്രാദേശികമായിട്ടല്ല വരുന്നത്. അപ്പോൾ നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു പാർട്ടിയോ മറ്റുള്ളതോ നോക്കാതെ ഓടിയെത്തുന്ന ഒരാൾ ഇവിടെ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ പൂർണ്ണമായിട്ടും പുള്ളി വിജയിക്കേണ്ടതാണ്. കാരണം പുള്ളി ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനവും ജനങ്ങളുടെ ബന്ധവും അടിസ്ഥാനമാക്കിയിട്ട് പുള്ളി ജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചേട്ടാ, ഈ തെരഞ്ഞെടുപ്പിൽ 12ാം വാർഡിൽ ആര് ജയിക്കുന്ന ചേട്ടൻ? ബാവ ആള് ജയിക്കുന്ന കാരണം?
അത് ജയിക്കുന്ന രക്ഷിച്ച ആൾക്കാരാ. അതുകൊണ്ട് ആള് ജയിക്കുന്ന ചേട്ടൻ. ആ ആ ചേട്ടാ ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു. ഈ 12ാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായത്തിൽ നമ്മളെ കുഞ്ഞാക്കാണ് മുപ്പന ജാസ് മുപ്പന അനിയനാണ് ബാവ. അവനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിലേക്ക് ഉപയോഗപ്പെടും എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അവനും എല്ലാവരും കൊണ്ട് വോട്ട് ജയിപ്പിക്കുക, ഇത്രയുള്ളൂ പറയാനുള്ളത്. ചേട്ടന്റെ പ്രതീക്ഷയിൽ ആള് ജയിക്കുന്നതാണോ? ജയിക്കണം, അതാണ് നമ്മുടെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ. അപ്പൊ ഈ 12ാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ഭാവക്ക, ഞങ്ങളുടെ നെയ്ബറാണ്. നല്ല സഹായങ്ങളുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥിയാണെന്ന് ഉള്ളതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ പരിചയം അങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം ഭാവക്ക ജയിക്കണം തന്നെയാണ്. ആള് ജയിക്കുന്നതാണോ പ്രതീക്ഷ? പ്രതീക്ഷ ഉണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു. ഈ വാർഡിലെ 12ാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞങ്ങളെ അഭിപ്രായം കുഴപ്പമില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് നിൽക്കുന്നത് ഞങ്ങളെ തൊട്ടയൽപക്കത്തുള്ള ഞങ്ങൾ അയൽവാസിയാണ്, ഞങ്ങൾ നാട്ടുകാരനാണ്. അതിലുപരി ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന, എന്താവശ്യം വന്നാലും അവരെ വീട്ടിൽ പോയിട്ട് ചോദിച്ചാൽ അത് ചെയ്യൂല എന്ന് പറയാത്ത ഒരു ആളാണ്. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നല്ലതിൽ ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വാർഡില് അവർ ജയിക്കുന്നതാണോ പ്രതീക്ഷ? അത് ഈ വാർഡില് അവരായിരിക്കും ജയിക്കുക, പ്രതീക്ഷ എങ്ങനെയാണ്? പ്രതീക്ഷ ഉണ്ട്, ജയിക്കട്ടെ, അതാണ്. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു. അപ്പോൾ ഇവിടുത്തെ ഇലക്ഷന്റെ ചൂടൊക്കെ ഏതുവരെയായി? ഇലക്ഷന്റെ ചൂടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും വോട്ട് ചോദിച്ചിട്ട് എല്ലായിടത്തും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ എനക്കും പോകുന്നുണ്ട്. ഈ 12ാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം? സ്ഥാനാർത്ഥികൾ ആരും മോശക്കാരൊന്നുമല്ല, എല്ലാവരും നമ്മളെ സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണ്, എല്ലാവരും അറിയാവുന്ന ആൾക്കാരാണ്. തർക്കമില്ലാത്ത സ്ഥാനാർത്ഥികളാണ് എല്ലാവരും. ആര് ജയിക്കുന്നതാണ് ചേട്ടന്റെ പ്രതീക്ഷ? ജയസാധ്യത അവിടെ എല്ലാവർക്കും ഒരു നല്ല കടുത്ത പോരാട്ടമാണ്. പിന്നെ സാധ്യത ഒന്നാമത് ബാവ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയുണ്ട്, ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത്. ആൾക്ക് സാധ്യത കൂടുതലുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു അഞ്ജനാണ്. പിന്നെ അവർ ഈ ഇലക്ഷൻ്റെ അല്ലാത്ത തന്നെ നാട്ടിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരുപാട് സഹായങ്ങളും പാവപ്പെട്ടവർക്കുള്ള സഹായങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സ്നേഹം ജനങ്ങൾ കാണിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. സാധ്യത അങ്ങനെയാണ് എൻ്റെ ഇതിൽ. ചേച്ചി ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തു. ആനക്കര പഞ്ചായത്തിലെ 12ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചേച്ചിയുടെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമാണ്. അവരെല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്ന ആളാണ്. കുഞ്ഞാക്കട അനിയനാണ്. എല്ലാവരെയും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ചേച്ചിയുടെ പ്രതീക്ഷ എന്താ? ആളിവിടെ ജയിക്കണമെന്നാണ്. ചേട്ടാ ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു. ഈ 12ാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താ? 12ാം വാർഡിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ 2-3 ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ നമുക്ക് വേണ്ടപ്പെട്ടിട്ട് എല്ലാ വീടുകളിലും ഈ പ്രദേശത്തെ പറ്റി അറിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മുടെ പഴയ കാരണവരൻ ആയ കുഞ്ഞാക്കാൻ്റെ അഞ്ചൻ ബാവ, അവർക്കാണ് പ്രാതിനിധ്യം ഈ ഭാഗത്തുള്ള 12ാം വാർഡിലെ ജനങ്ങൾ നൽകുന്നത്. അത് തീർച്ചയായിട്ടും അത് നമ്മുടെ വോട്ടിൽ കൂടെ അത് വന്നിട്ട് അവനെ ജയിപ്പിക്കും എന്തായാലും. ബാവ ജയിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് അതാണ്. നമുക്ക് എന്നും എല്ലാ കാര്യം കൊണ്ട് അവരെ കൊണ്ട് നമുക്ക് എല്ലാ സപ്പോർട്ടുകളും ഉണ്ട്. അവരെ കൊണ്ട് അവരെ ഉപ്പായി തൊട്ടിട്ടുള്ള എല്ലാ ആൾക്കാരെ കൊണ്ട് ഏട്ടനഞ്ചന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. ഞങ്ങളുടെ ഭർത്താവുള്ള കാലത്തും അതെ അവരെ സപ്പോർട്ട് മേലെ ഞാൻ ജീവിച്ചു. ഇന്നും അതെ. ഇന്നിപ്പോൾ അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ അവർ വന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ ജയിക്കണം എന്നാണ് ഏറ്റവും സന്തോഷമാക്കി. അത് അവരുടെ കാര്യത്തിൽ അവരൊപ്പമുള്ള എൻ്റെ ഭർത്താവിനൊക്കെ അവർ നല്ല നോക്കിയ ആൾക്കാർ. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്ത് ആവശ്യമെങ്കിലും വന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നിറവേറ്റി എല്ലാം പറഞ്ഞു തരുന്ന ആൾക്കാർ അവരാണ്. അപ്പോൾ അത് നമുക്ക് മറക്കാൻ നമുക്ക് ഒരു കാലം നമുക്ക് പറ്റില്ല. ചേച്ചിയുടെ പ്രതീക്ഷയിൽ ആളിവിടെ ജയിക്കുന്നതാണ് തോന്നുന്നത്. അതന്നെ, ജയിക്കണം എന്തായാലും ജയിക്കണം തന്നെ എൻ്റെ അഭിപ്രായം. ഇപ്പൊ അടുത്തല്ലോ. അപ്പോൾ ഈ 12ാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചേച്ചിയുടെ അഭിപ്രായം എന്താ? കുഴപ്പമില്ല, നല്ല സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെള്ളപ്പൊക്കത്തിലായാലും നമുക്ക് നല്ല സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സാധനങ്ങൾ കൊണ്ടു തരാനും എല്ലാം സഹായിക്കാനും കൊണ്ടുപോകാനും രാത്രി വന്നിട്ടൊക്കെ ഇതൊക്കെ എല്ലാവരും മുന്നിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്ത് തന്നെയാണ്. എന്താ വെച്ചാൽ ജനങ്ങളോടൊക്കെ നല്ല സഹായങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആള് ജയിക്കുന്ന ചേച്ചിയുടെ പ്രതീക്ഷ പ്രതീക്ഷയുണ്ട് ജയിക്കുന്നുള്ളത്. അടുത്തു. ഈ 12ാം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താ? സ്ഥാനാർത്ഥികൾക്ക് എല്ലാവരും ഒരു ഇതായിട്ടുള്ള ഇതാണ്. എല്ലാവരും പൊരുതി നിൽക്കാനുള്ള ഒരു ഇതായിട്ട് മത്സരിക്കുന്നത്. കാരണം ആർക്ക് വേണമെന്നുള്ള ഒരു ചിന്താഗതിയായിട്ട് നിൽക്കുന്നത്. പിന്നെ എല്ലാവരും അതിൻ്റെതായ പിരിമുറുക്കത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ വാർഡിൽ ആര് ജയിക്കുന്ന ചേട്ടന്റെ പ്രതീക്ഷ? പ്രതീക്ഷകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ പടംവലിയായിട്ട് നടക്കുകയാണ്. കാരണം ആർക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും അതിൻ്റെതായ ഇത് നോക്കണം. പക്ഷേ
ജയിക്കാൻ അധികം നമ്മളെ ആൾക്കുള്ള ഉദ്ദേശം തന്നെയാണ്. നമ്മളെ ഭാവക്കാരെ പറ്റത്താണ് എല്ലാവരും നിൽക്കുന്നത് ഇതാണ് പറയുന്നത്. അത് അധികത്തിൽ മുഴുവൻ തന്നെ ജയിക്കാനുള്ള ഇത് ചാൻസുകൾ വരുന്നത്. ചേട്ടൻ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു. ഈ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം എന്താ? ഇതില് സ്ഥാനാർത്ഥി എല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അതിൽ തീർച്ചയായിട്ടും ഷൈന്, അതുപോലെ സുബ്രേട്ടൻ അല്ലെങ്കിൽ മജീദ് എല്ലാവരും ബന്ധപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് മജീദ് കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അവർ അനിയനാണ്. തീർച്ചയായിട്ടും ആ പാരമ്പര്യമെല്ലാം വിശ്വസിക്കുന്നു.